അമ്മ വിഷം കഴിച്ചതല്ല, ഞാൻ കൊടുത്തതാ. മഹാപാപിയായ ഞാൻ അമ്മയ്ക്ക് വിഷം കൊടുത്തു. എന്റെ ദൈവമേ, ദുഷ്ടയായ എന്നോട് ക്ഷമിക്കണേ. ദേവി, എന്റെ അമ്മയെ രക്ഷിക്കണേ. ഒരു കുഴപ്പമില്ലാതെ ജീവൻ തിരിച്ചു തരണേ. ഞാൻ എന്റെ ദൈവമ്മേ ഒത്തിരി തെറ്റിദ്ധരിച്ചു പോയി. ദൈവമ്മയ്ക്ക് ഒരാപത്തും വരുത്തല്ലേ ദേവി. അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വരണേ. മീനാക്ഷി, എന്താ ഇത്? രാത്രി ആരും ഇല്ലാത്ത പരിസരത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി ഓടരുത്. കഴിഞ്ഞ ദിവസം ആ ലോഡ്ജിൽ അകപ്പെട്ടത് പോലത്തെ അനുഭവങ്ങളായിരിക്കും. വാ, ഹോസ്പിറ്റലിലേക്ക് പോ. ഇല്ല, പാവദേവമ്മയ്ക്ക് വിഷം കൊടുത്തത് ഞാനാ കൊല്ലാൻ ശ്രമിച്ചത്. വല്യമ്മയ ഉറക്കമരുന്നാണെന്നും പറഞ്ഞത് കൊടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. എങ്കിലും അത് കൊടുത്തത് ഞാനായിരുന്നു. എന്റെ അമ്മ കൊന്നത് ദേവമ്മയാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. ആ വൈരാഗ്യം എനിക്ക് ദേവമ്മയോടുണ്ടായിരുന്നു. ഞാൻ തെറ്റ് ചെയ്തു പോയി. സിറ്റി ഒരു പാവത്തെ കൊല്ലാൻ ഞാൻ വിഷം കൊടുത്തു. എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടണം. ഞാൻ മഹാപാപിയാ. മീനാക്ഷി, ഞാൻ എന്റെ നന്ദിനിയോട് ചെയ്ത് തെറ്റായിപ്പോയി. എന്റെ മോളെ ഞാൻ ഇറക്കി വിട്ടു. അതുകൊണ്ടാ ഇങ്ങനെല്ലാം ഉണ്ടായത്. അമ്മേ, കരയാതമ്മേ. എങ്ങനെ കരയാതിരിക്കും മോളെ? എത്ര വഴക്കിട്ടാലും എത്ര പ്രാവശ്യം ഞാൻ ഇറക്കി വിട്ടാലും അകത്ത് മരണവുമായി മല്ലടിച്ച് കിടക്കുന്നവള് എനിക്ക് സ്വന്തം മകളായ നിന്നെ പോലെയാ. ജീവിതത്തിൽ എല്ലാവരും നന്ദിനിയടുത്ത് ഒറ്റപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്തു. എന്റെ നന്ദിനിക്കൊന്നും പറ്റല്ലേ എന്റെ പരദേവതമാരെ. അവളെ ജീവനോടെ എനിക്ക് തിരിച്ചു തന്നാല് ഞാൻ എന്റെ കുടുംബക്ഷേത്രത്തിൽ അഖണ്ഡ ജ്യോതി നടത്തിക്കോളാമേ. എന്റെ നന്ദിനിയെ കാത്തു രക്ഷിക്കണേ.
നീ ഇങ്ങനെ കരയാതെ മീനാക്ഷി. എന്റെ അമ്മായിയും നിന്റെ വല്യമ്മയുമായ ആ ദുഷ്ട സ്ത്രീ തന്നത് ഉറക്കം മരുന്നാണെന്ന് നീ തെറ്റിദ്ധരിച്ചു. അത് വിഷമായിരുന്നു എന്ന് നീ അറിഞ്ഞില്ലല്ലോ. എന്നാലും ഞാനിതാ പാവത്തിന് കൊടുത്തില്ലേ. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ലേ CP. നിനക്ക് വലിയൊരു തെറ്റിദ്ധാരണ മനസ്സിലുണ്ടായിരുന്നു. നിന്റെ അമ്മയെ കൊന്നത് എന്റെ ദേവമ്മയാണെന്ന്. അത് തിരുത്തിത്തരാൻ നിന്റെ അച്ഛനായ എന്റെ ആ വല്യമ്മാവൻ തയ്യാറായില്ല. ഞാൻ തിരുത്തിത്തരാൻ ശ്രമിച്ചെങ്കിലും നീ അത് വിശ്വസിച്ചില്ല. എനിക്കെപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ലേ CP. എന്റെ അമ്മ, നിന്റെ അമ്മയായ മാധുരി എന്റെ അച്ഛന്റെ ഇളയ പെങ്ങളായിരുന്നു. ജയരാമനങ്ങളുടെയും ദേവമ്മയുടെയും കുടുംബജീവിതത്തിലേക്ക് കടന്നു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് നിന്റെ അമ്മയാണ്. ജയരാമനങ്ങളിനെ ദേവമ്മയിൽ നിന്ന് തട്ടിയെടുത്ത ഒരു ക്രൂരയായ സ്ത്രീയായിരുന്നു നിന്റെ അമ്മ. ഒടുവിൽ സ്വന്തം മകനെ ഇരിക്കപ്പിണ്ടം വച്ചിട്ട് മരുമകളായ ദേവമയെ മകളായി ദത്തെടുത്തു എന്റെ മുത്തശ്ശി. അത്രയ്ക്ക് നല്ലവളാ എന്റെ ദേവമ്മ. ഇപ്പൊ തന്നെ നോക്ക്, ദേവമ്മയുടെ ജീവിതം നശിപ്പിച്ച സ്ത്രീയുടെ മകളാ നീ. ആ പകയോ വൈരാഗ്യോ വല്ലതും അവര് നിന്നോട് കാണിക്കുന്നുണ്ടോ? നിന്നോടവർക്ക് വല്ല ബന്ധമുണ്ടോ? ചെമ്പകമംഗലത്തുകാർക്ക് ബ്ലഡ് റിലേഷൻ ഉള്ളത് നിന്നോടാ. ആ നിന്നെ അവിടെ കയറ്റി താമസിപ്പിച്ചതിന് അവരെ പുറത്താക്കിയത്.
മനസ്സിലായോ? എന്റെ അനിയത്തെ ഇല്ലാതാക്കിയത് അവൾ ഒറ്റ ഒരുത്തിയാ. എന്റെ അനിയത്തെ ഇല്ലാതായത് അവളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. നിങ്ങളെ ജനിപ്പിച്ച നിങ്ങളുടെ അച്ഛനാണ് ഈ പറയുന്നത്. എന്റെ 3 മക്കളിൽ 2 പേരും ഇത്ര സ്വാർത്ഥമോഹികളും മനസ്സിൽ ഇരുട്ടുള്ളവരുമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. മകളുടെ അന്തകയെ അച്ഛൻ ന്യായീകരിക്കുകയാണോ? നന്ദിനി ആരുടെയും അന്തകയല്ല, അവളൊരു ദേവതയാ. എന്റെ ദേവി, ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം പകരമായി എന്റെ ജീവൻ എടുത്തു. എന്റെ നന്ദിനി അമ്മയുടെ ജീവൻ തിരിച്ചു കൊടുക്കണേ. എന്റെ ദേവിമാരെ, ക്ഷേത്രം നട അടച്ചിരിക്കുമ്പോ പ്രാർത്ഥിക്കരുതെന്നാണല്ലോ ആചാരം. പക്ഷെ ഇതെന്റെ അമ്മയ്ക്ക് വേണ്ടിയാ ദേവി. എന്റെ അമ്മയുടെ ജീവൻ തിരിച്ചു തരാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. എന്റെ കുഞ്ഞിനെ കാത്തോണേ ഭഗവാനെ. അവൾ എനിക്ക് ജീവനോടെ തിരിച്ചു തരണേ. എന്റെ അമ്മ എനിക്ക് തിരിച്ചു തരണേ ദേവി. ഡോക്ടർ, നന്ദിനി, നന്ദിനി, മൈ ഗോഡ്, ദൈവത്തിന് നന്ദി. എന്തായി ഡോക്ടർ? ഹൃദയത്തിൽ തട്ടിയുള്ള പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല. കരുണാമയനായ ദൈവം കനിഞ്ഞു.
നന്ദിനിക്ക് ബോധം തിരിച്ചു വന്നു. ആ അമ്മേ, ഇനിയൊന്നും പേടിക്കേണ്ടതില്ല. എന്റെ ദൈവമേ, നിനക്ക് നന്ദി. താങ്ക് യു ഡോക്ടർ. ആ ജഗദീഷേ, കാർത്തിക് മോനെ വിളിച്ച് വിവരം പറയും. അവൻ വിഷമിച്ചിരിക്കുകയല്ലേ. ഓ ശരി ചേച്ചി. ഹലോ മോനെ, നന്ദിനി അടുത്തേക്ക് ബോധം വീണടാ. ഇനി ഒന്നും പേടിക്കാനില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. താങ്ക് യു, താങ്ക് യു. ആ നീ വേഗം ഇങ്ങോട്ട് വാ. ആ ശരി. മീനാക്ഷി, മീനാക്ഷി, നിന്റെ കണ്ണീര് ദേവി കണ്ടു. എന്റെ ദേവമ്മയ്ക്ക് ബോധം തിരികെ കിട്ടി. ഇനി ഒന്നും പേടിക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. എന്റെ ദേവി, ദേവി, നന്ദി. ദേവി, നമ്മുടെ അമ്മ നമുക്ക് തിരിച്ചു തന്നല്ലോ. എന്റെ പൊന്നു മോളെ, ഈ അമ്മയോട് ക്ഷമിക്ക്. അപ്പോഴത്തെ ദേഷ്യവും സങ്കടമൊക്കെ കൊണ്ട് അമ്മ അങ്ങനെയൊക്കെ പെരുമാറിപ്പോയതാ. എന്റെ മോള് അതൊന്നും മനസ്സിൽ വെക്കരുത്. ഇല്ലമ്മ, എനിക്ക് എന്റെ അമ്മയെ അറിഞ്ഞൂടെ. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണമെന്നേ എനിക്ക് അമ്മയോട് പറയാനുള്ളൂ. നന്ദിനി അടുത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റുകളൊക്കെ ഞങ്ങളുടെ ഭാഗത്തേ ഉള്ളൂ. അമ്മേ, മോളെ, അമ്മേ, എന്നോട് ക്ഷമിക്കമ്മേ. സത്യങ്ങൾ അറിയാതെ എനിക്ക് അമ്മയോട് ശത്രുത വന്നുപോയി. ഞാൻ ചെയ്ത തെറ്റിന് അമ്മ എനിക്ക് മാപ്പ് തരണം. എന്താ മോളെ ഇത്? നീ എന്റെ മോളല്ലേ?
ദേ രാജലക്ഷ്മി അമ്മയ്ക്ക് ഞാൻ മോളായിരിക്കുന്ന പോലെ നീ എന്നും എന്റെ മോളായിരിക്കും. അമ്മയ്ക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല. മാധുരി നിന്നെ അവളുടെ വയറ്റിൽ ഗർഭം ധരിച്ച് പ്രസവിച്ചപ്പോ ഞാൻ നിന്നെ എന്റെ മനസ്സിലിട്ട് വളർത്തിയതാ. പതിനേഴ് വയസ്സായപ്പോ ദൈവം എന്റെ മോളെ എന്റെ കയ്യിലേക്ക് കൊണ്ടു തന്നു. നീ എന്റെ പൊന്നുമോള. ഈ അമ്മയുടെ പൊന്നുമോള്. അമ്മ എന്റെ മോളെ. നന്ദി അമ്മ. അമ്മ എനിക്ക് തന്ന എല്ലാ സ്നേഹത്തിനും നന്ദി. അമ്മ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ അമ്മ.